റഹ്മത്തെ, എന്റെ വലത്തെ കൈയെടുത്ത് എന്റെ തലയിലൊന്ന് വെക്ക്. എനിക്ക് എന്റെ കൈ പൊക്കാനാവുന്നില്ല റഹ്മത്തെ, അതുകൊണ്ടാ പറയണത്. എന്റെ കൈയെടുത്ത് നിന്റെ തലയിലൊന്ന് വെക്ക്, നിന്നെ എനിക്കൊന്ന് അനുഗ്രഹിക്കണം. റഹ്മത്ത് ബി ഞെട്ടിപ്പോയി. അയ്യൂബ് നബിയുടെ കൈയെടുത്ത് തലയിൽ വെച്ചാൽ തന്റെ വനങ്കുല പോലെയുള്ള മുടി എവിടെ പോയി എന്ന് ചോദിക്കും. അതിന് മറുപടി ഞാൻ എന്താ പറയാ പടച്ചോനെ? പക്ഷെ ഭർത്താവിന്റെ കൽപ്പനയാണ്, നിരാകരിക്കാൻ പറ്റില്ല, ധിക്കാരം പറ്റില്ല. മെല്ലെ അയ്യൂബ് നബിയുടെ കൈയെടുത്തിട്ട് പിറക്കുന്ന കരങ്ങളോട് റഹ്മത്ത് ബീവി സ്വന്തം തലയിൽ വെച്ചപ്പോ വിരലുകൾ രോഗം പിടിച്ച് മുറിഞ്ഞു പോയി. അയ്യൂബ് നബി പുഴുക്കളിൽ നിന്ന് മുഴുക്കൾ അഴിച്ചിറങ്ങിയ കൈകളിൽ തടവി നോക്കിയിട്ട് ചോദിച്ചു, റഹ്മത്തെ, നിന്റെ മുടി എവിടെ? നിനക്ക് റബ്ബ് നൽകിയ മുടി എവിടെ? റഹ്മത്ത് ബി ഉത്തരം കിട്ടാതെ കണ്ണുനീരൊലിപ്പിച്ച് നിൽക്കുമ്പോ പറഞ്ഞു, പറയണി, നിന്റെ മുടി എവിടെ? അറിയാതെ പറഞ്ഞു പോയി. ആ മുടി മുറിച്ചിട്ടാ ഭക്ഷണം കൊണ്ടുവന്നത്. അതെ, നിന്റെ മുടി മുറിച്ചിട്ടാ ഭക്ഷണം കൊണ്ടുവന്നത്. പക്ഷേ മുടിയല്ലതിന് കാരണം. നീ ഈ നാട്ടുകാരനുമായി വ്യഭിചരിക്കുന്നത് കണ്ടുപിടിച്ചപ്പോ ഈ നാട്ടുകാരല്ലേ മുടി മുറിച്ചത്? റഹ്മത്ത് ഞെട്ടിപ്പോയി. എന്താ നബിയെ നിങ്ങൾ പറയണത്? ഞാൻ വ്യഭിചരിച്ചു വന്നു. അതേടി, വ്യഭിചാരത്തിന്റെ ഉച്ഛിഷ്ടമാണ് എനിക്ക് കൊണ്ടുവന്ന് തരുന്നതെങ്കിൽ ഇനി നീ എന്റെ ഭാര്യയല്ല, നീ കടന്നുപോ. മരണശൈലിയിൽ പോയി നിന്നെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മാസങ്ങൾക്ക് മുമ്പ് നീ എന്റെ റഹ്മത്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നീ എന്റെ ശാപമായി മാറുന്നത് വളരെ വിഷമത്തോടെ അയ്യൂബ് നബി പറഞ്ഞു. അതുകൊണ്ട് മാറടി എന്ന് പറഞ്ഞപ്പോ പാറയുടെ ഭാഗത്തേക്ക് മാറി നിന്ന റഹ്മത്ത് ബീബി പൊട്ടിപ്പോയി. കൽബ് അറിയാതെ വിളിച്ചു, പ്രിയപ്പെട്ട റഹ്മത്ത് ബീബി പ്രാർത്ഥിച്ചു, പടച്ചോനെ, നീ ഇത് കാണുന്നില്ലേ തമ്പുരാനെ? എത്രമാത്രം എന്റെ ഭർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട്, എത്രമാത്രം വിഷമങ്ങൾ അനുഭവിച്ചിട്ട്, നാടുകളിലേക്ക് മുതുകത്തേക്ക് പാലായനം ചെയ്തിട്ട് അവസാനം എന്റെ ഭർത്താവിന് എനിക്ക് കിട്ടിയത് ഉത്തവാക്കോ റബ്ബേ, എല്ലാം അറിയുന്ന റബ്ബേ, എന്ന ചാരിത്രത്തിന്റെ ഭർത്താവ് ചോദിച്ചിരിക്കുന്നു. രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അകവഴിഞ്ഞ് പ്രാർത്ഥിച്ച റഹ്മത്ത് ബീബിയുടെ പ്രാർത്ഥന പടച്ചോ കേൾക്കുകയല്ല ചെയ്തു. പെട്ടെന്ന് അയ്യൂബ് നബി എന്തോ ഒരു വിഷമത്തിലുള്ള അട്ടഹാസം പുറപ്പെടുവിക്കുന്നത് കേട്ടപ്പോ റഹ്മത്ത് ബീബി തിരിഞ്ഞു നോക്കുമ്പോ കണ്ടത് അയ്യൂബ് നബി പാറപ്പുറത്ത് താഴേക്ക് വീഴാനുള്ള ഒരുക്കത്തിലാണ്. ഓടി വന്ന് തന്റെ ഭർത്താവിനെ താങ്ങി നിർത്തി പാറപ്പുറത്ത് താഴേക്ക് വീഴാൻ സമ്മതിച്ചില്ല. നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങി തന്റെ ഭർത്താവിനെ താങ്ങിയെടുത്ത ഭർത്താവിൽ നിന്ന് സഖ്യമായ കനം അനുഭവിച്ച റഹ്മത്ത് ബീബി ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വഹി ഇറങ്ങുന്നുണ്ട്, ജിബ്രീല് വരുന്നുണ്ട്. ഉടനെ റഹ്മത്ത് ബീബി പ്രാർത്ഥിച്ചു, പടച്ചോനെ, ഈ വഹീന്റെ സന്ദേശം എന്റെ സത്യാവസ്ഥ പുറപ്പെടുവിക്കാനുള്ളതാകണേ റബ്ബേ, എന്റെ നിരപരാധിത്വം പറഞ്ഞു കൊടുക്കാനുള്ളതാവണേ തമ്പുരാനെ. അതെ, റഹ്മത്ത് ബീബിയുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചത് അങ്ങനെ തന്നെയാണ്. ലോക ചരിത്രത്തിൽ രണ്ട് പെണ്ണിന്റെ ചാരിത്രത്തെ ചോദ്യം ചെയ്തപ്പോൾ മാത്രമാണ് ഭൂമി മണ്ണിലേക്ക് പ്രവാചകന്മാരുടെ മുന്നിലേക്ക് ഇറങ്ങിയത്. രണ്ട് പെണ്ണിന്റെ ചാരിത്രത്തെ ചോദ്യം ചെയ്തപ്പോൾ, ഒന്ന് അയ്യൂബ് നബിയുടെ ഭാര്യ ബീബി റഹ്മത്തിനോട്, മറ്റൊന്ന് ആയിഷത്തു സിദ്ദീഖ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീബിയെ കുറിച്ച് കപട വിശ്വാസികൾ, മുനാഫിക്കുകൾ വ്യഭിചാരാരോപണം നടത്തിയിട്ട് 40-ൽ പരം ദിവസം റസൂലുള്ളാഹി ആയിഷയെ അകത്തു നിന്നിട്ട് മദീനത്ത് ദുഃഖത്തിന്റെ അലയൊലികൾ മാത്രം. മദീനാവാസികൾ മുഴുവൻ ദുഃഖത്തിലാണ്. ആയിഷ ബീബിയുടെ വ്യഭിചാരാരോപണം മദീനയിലാകെ പരന്നിരിക്കുന്നു. അടിയാർ തങ്ങൾ വന്നിട്ട് റസൂലുള്ളാഹിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മദീനത്ത് വേറെ പെൺകുട്ടികളുണ്ട്, കല്യാണമാലോചിക്കണ്ടേ, ആയിഷയെ വിട്ടേക്ക് എന്ന് അടിയാർ തങ്ങൾ പോലും പറഞ്ഞ ഘട്ടം. ഒരു ഘട്ടത്തിൽ വേദന അനുഭവിക്കുന്ന കൽബുമായി ഹബീബായ പ്രവാചകന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടന്നു വന്നിട്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഒരു മുറിക്കകത്ത് കിടക്കുന്ന ആയിഷയെ വിളിച്ചുണർത്തിയിട്ട് താടി ഇങ്ങനെ പൊക്കിപ്പിടിച്ചിട്ട് ആയിഷയോട് ചോദിച്ചത് വളരെ വ്യക്തമായി ചരിത്രത്തിൽ കാണുന്നു. താടി ഇങ്ങനെ പൊക്കിപ്പിടിച്ചിട്ട് ചോദിച്ചു, ആയിഷ, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിനക്ക് എന്തെങ്കിലും പറ്റിപ്പോയോ മോളെ? ഏതെങ്കിലും ഒരു സമയത്ത് ഇബ്ലീസ് നിന്നെ കുടുക്കി പോയോ മോളെ? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നീ വ്യഭിചരിച്ചു പോയോ മോളെ എന്ന് സ്വന്തം മകളോട് ജനിപ്പിച്ച തന്ത ചോദിക്കേണ്ട ഘട്ടം വരെ മദീനയുടെ മണ്ണിൽ ഉണ്ടാക്കിയ കപട വിശ്വാസികളുടെ ആ കുപ്രചരണത്തിൽ ആയിഷ പരിശുദ്ധയാണ്. ആയിഷയെ കുറിച്ച് കപട വിശ്വാസികൾ പറഞ്ഞത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ തിരുമുന്നിലേക്ക് ഇറങ്ങി വന്ന ഘട്ടം. അവിടെ നിന്നും അങ്ങോട്ട് 1250 കൊല്ലങ്ങൾക്ക് അപ്പുറത്ത് കൃത്യമായി റസൂലുള്ളാഹിക്ക് ആയിഷയ്ക്ക് ഇറക്കിയ പോലെ, റസൂലുള്ളാഹിക്ക് ആയിഷയുടെ ഹൃദയത്തിൽ ഇറക്കിയ പോലെ, അബൂബക്കർ സിദ്ദീഖിന്റെ മുന്നിലേക്ക് റസൂലുള്ളാഹി വിളിച്ചു പറഞ്ഞ പോലെ
അബൂബക്കർ സിദ്ദീഖിന് തന്റെ മകളെ കുറിച്ച് ധാരണ നീങ്ങിയതുപോലെ മദീനവാസികൾ ആയിഷയെ പ്രകീർത്തിച്ചതുപോലെ റസൂലുള്ളാഹിക്ക് സമാധാനം കിട്ടിയതുപോലെ അവിടെ നിന്ന് അങ്ങോട്ട് കടന്നു ചെന്നാൽ ഇസ്രായേലി പ്രവാചകൻ അയ്യൂബ് നബിയുടെ പാറപ്പുറത്തേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടി ത്യാഗം അനുഭവിച്ച, നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട നാടുകളുടെ നിങ്ങളെ എടുത്ത് ചുമരത്തിൽ പാലായനം ചെയ്ത നിങ്ങളുടെ ഭാര്യ പരിശുദ്ധയാണ് നബിയെ. അവൾ പരിശുദ്ധ മാത്രമല്ല, ലോക ജനതയുടെ ബന്ധങ്ങൾക്ക് മാതൃകയാണ് റഹ്മത്തെന്ന് ജിബ്രീലിന്റെ വാക്കുകൾ, അല്ലാഹുവിന്റെ വെളിയാളം മലക്കോതി കൊടുത്തപ്പോഴാണ് അയ്യൂബ് നബിക്ക് സമാധാനമായത്. ജിബ്രീൽ പോയി പറഞ്ഞപ്പോ തന്റെ അരികത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഭാര്യയെ മെല്ലെ പിടിച്ചിട്ട് അയ്യൂബ് നബി പറഞ്ഞു, റഹ്മത്തേ, എനിക്ക് മാപ്പ് തരണം, ഇബ്ലീസിന്റെ കുതന്ത്രം കൊണ്ട് ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു പോയി എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവാണ് വലിയവൻ, അവൻ എന്റെ ധാരണ നീക്കിയില്ലേ, അത് മതി എനിക്ക് എന്ന് പറഞ്ഞിട്ട് തന്റെ ഭർത്താവിനെ സമാധാനിപ്പിച്ച ഭാര്യ റഹ്മത്തല്ലാതെ ലോകത്ത് മറ്റേത് പെണ്ണാവുള്ളത്, റഹ്മത്തല്ലാതെ അങ്ങനെ ഒരു പെണ്ണിനെ ലോകത്തെ കാണാൻ കഴിയുക. കുത്തുവാക്ക് പറഞ്ഞ ഭർത്താവിനോട് നിങ്ങൾ നല്ലവനാണ്, അല്ലാഹു വലിയവനാണ്, അല്ലാഹു എന്നെ നിരപരാധിത്വം തെളിയിപ്പിച്ചില്ലേ, അത് മതി എനിക്ക് എന്ന് പറഞ്ഞിട്ട് തന്നെ കുത്തുവാക്ക് പറഞ്ഞ, തന്നെ സംശയിച്ച ഭർത്താവിനെ സമാധാനിപ്പിച്ച ഈ റഹ്മത്തല്ലാതെ നിങ്ങൾക്ക് ലോകത്ത് ഏത് പെണ്ണാ മാതൃകയായി കിട്ടാനുള്ളത്? നിങ്ങൾക്ക് ഏത് പെണ്ണിനെയാണ് മാതൃകയാക്കാൻ ഉണ്ടാവുക? ഈ റഹ്മത്തല്ലാതെ മറ്റേത് പെണ്ണാണ് സ്വർഗ്ഗലോകത്ത് റസൂൽ പറഞ്ഞത്. ഒരു ഭർത്താവിന്റെ വിഷമങ്ങൾ, ഒരു ഭർത്താവിന്റെ ചെയ്തികൾ, ഒരു ഭർത്താവിന്റെ വിഷമങ്ങൾ സഹിക്കുന്ന ഭാര്യ, ആ ഭർത്താവിന് വേണ്ടി എല്ലാം സഹിച്ച ഭാര്യക്ക് അല്ലാഹു നൽകുന്ന ഒരു സ്വർഗ്ഗമുണ്ട്. അത് അയ്യൂബ് നബിയുടെ ഭാര്യ റഹ്മത്തിന് പടച്ചുണ്ടാക്കിയ സ്വർഗ്ഗം പോലെ ഒരു സ്വർഗ്ഗം നിങ്ങൾക്ക് കിട്ടുമെന്ന് ഈ ഇരിക്കുന്ന പെണ്ണെ എന്നോട് റസൂലുള്ള പറഞ്ഞത്. നിന്റെ ഭർത്താക്കന്മാർക്ക് വേണ്ടി, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി നിങ്ങൾ ത്യാഗം അനുഭവിക്കാനും ത്യാഗം സഹിക്കുവാനും ആ ഭർത്താവിന് വേണ്ടി കഷ്ടപ്പെടുവാനും ലോകത്ത് പടച്ചവൻ കഴിഞ്ഞാൽ മറ്റൊരാളുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെടാൻ അല്ലാഹു അനുമതി നൽകുന്നുവെങ്കിൽ സ്വന്തം ഭർത്താവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ ഞാൻ ലോകത്തെ പെണ്ണിനോട് കൽപ്പിക്കപ്പെടുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞുവെങ്കിൽ ഭർത്താവിന്റെ തനിപോക്ക് പൊട്ടിയിട്ട് ഒരു ചെറുചെന്ന ചീഞ്ഞലും തട്ടി കുടിക്കാൻ ഒരു ഭാര്യ ചെയ്താൽ അതിലല്ല, അതിന് മറ്റൊരുത്തവർക്ക് കടമയുണ്ടെന്ന് ഈ ദീനുൽ ഇസ്ലാമിന്റെ പ്രവാചകൻ ലോകത്തെ പഠിപ്പിച്ചത് ഭർത്താക്കന്മാരുടെ സ്ഥാനം കൊണ്ടാണ്. സ്ത്രീകളുടെ മേൽ ആധിപത്യം പുരുഷനാണെന്ന് വെറുതെ ആലങ്കാരികമായിട്ട് പറഞ്ഞതല്ല. പുരുഷന് പെണ്ണിനോടൊരു ബാധ്യതയുണ്ട്, പെണ്ണിന് പുരുഷനോടും ഒരു ബാധ്യതയുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞതുപോലെ ഐക്യത്തോടെ പരിശുദ്ധ ദീനിന്റെ മക്കളായി ആണും പെണ്ണും പരസ്പരം ജീവിക്കാൻ വേണ്ടി ലോകത്ത് പ്രഖ്യാപിച്ചത് പരിശുദ്ധ ദീനെന്ന ഈ ദുർഘടമായ മതമല്ലാതെ മറ്റൊരു മതത്തിനും എങ്ങനെ ആണിന്റെയും പെണ്ണിന്റെയും സമസ്ത സ്വാതന്ത്ര്യത്തെ കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയാൻ കഴിഞ്ഞിട്ടില്ല. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുത്തുവാക്ക് പറഞ്ഞ തന്റെ ഭർത്താവിനെ സമാധാനിപ്പിച്ച് സ്നേഹിച്ചു നിർത്തിയത് റഹ്മത്ത് ബീബി എന്ന ഭാര്യയാണ്. ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഭാര്യയും റഹ്മത്ത് തന്നെയാണ്. എല്ലാം കഴിഞ്ഞു, തന്റെ ഭാര്യയെ കുറിച്ച് വന്ന സംശയങ്ങളൊക്കെ മാറി. റഹ്മത്ത് ബീബി എന്ന പണ്ട് പരിശുദ്ധയായി മാറ്റുന്നത്. പിറ്റേന്ന് നേരെ വെളുത്തു അയ്യൂബ് നബിയുടെ ഭാര്യ നബിയോട് പറഞ്ഞു, ഞാൻ ജോലിക്ക് പോവാം, വരുമ്പോഴത്തെ കുൽമാനുണ്ടാക്കിട്ട് കിടക്കണ്ട. നബി പറഞ്ഞു, ഞാൻ ഇന്നലെ തന്നെ മാപ്പ് പറഞ്ഞതാണ്, നീ സഹിച്ചില്ല റഹ്മത്ത്. ഓ അതമ്മ സഹിച്ച് ബന്ധം പറഞ്ഞതാ, എന്നാ നീ പോയി വന്നു. നമ്മത്തിവൻ ഞാൻ പോയിട്ട് വരുമ്പോഴേക്ക് വിഷമം എന്തെങ്കിലും ഉണ്ടാവും? അല്ലല്ലേ, അവനൊരു വിഷമം പോലെ നീ പോയിട്ട് വന്നു. റഹ്മത്തിബി ജോലിക്ക് പോയി, ജോലിക്ക് പോയിട്ട് അയ്യൂബ് ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ അറിയില്ലാണ്. പെട്ടെന്ന് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അയ്യൂബ് നബിക്ക് ചൊല്ലാൻ കിട്ടുന്നില്ല. ദിക്ർ കൽപ്പിലുണ്ട്. രോഗം ബാധിക്കാത്ത രണ്ടേ സാധനം അയ്യൂബ് നബിക്ക് അല്ലാഹു ബാക്കി വെച്ചിട്ടുള്ളൂ. ഒന്ന് കൽബ്, മറ്റൊന്ന് നാക്ക്. കൽബ് ദിക്ർ സ്മരിക്കാനും നാക്കത് ചൊല്ലാനും, ഇത് രണ്ടും അല്ലാഹു ബാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് രോഗമില്ലാണ്ട്. പക്ഷെ അന്ന് റഹ്മത്ത് പോയി കഴിഞ്ഞിട്ട് ദിക്ർ ചൊല്ലിയതാ, കുറെ കഴിഞ്ഞപ്പോ ചൊല്ലാൻ കിട്ടുന്നില്ല, നാക്ക് വഴങ്ങുന്നില്ല. അപ്പൊ അയ്യൂബ് നബിക്ക് ഒരു കാര്യം മനസ്സിലായി, എന്റെ നാവിലേക്ക് അല്ലാഹു രോഗം ഇറങ്ങിയിട്ടുണ്ടെന്ന്. അതോടെ നബി തളർന്നു പോയി. നബി ആകെ പ്രതീക്ഷിച്ച തളർച്ച സംഭവിച്ചു പോയി. അതിരുമീകതിൽ വന്നുവെങ്കിൽ എന്നിൽ നോവാണേ, എന്നിൽ നോവാണേ. ദിക്ർ ചെല്ലാൻ കിട്ടാതെ ഘട്ടം വന്നപ്പോ നബി പൊട്ടിക്കരഞ്ഞുപോയി. മനസ്സുകൊണ്ട് പടച്ചോനോട് പറയാൻ തുടങ്ങി, റബ്ബേ എന്റെ രോഗം മാറ്റാൻ ഞാൻ നിന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. നീ അനുഗ്രഹിച്ചു നൽകി എന്റെ നീ തന്ന രോഗം, പക്ഷെ എന്റെ നാക്കും കൽബും നീ എനിക്ക് ബാക്കി വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. രണ്ടും നിനക്ക് വേണ്ടി സ്മരിക്കാനും ചൊല്ലാനും ഈ രണ്ട് വസ്തുക്കൾ എനിക്ക് ബാക്കിയുണ്ട്. പക്ഷെ എന്റെ നാക്കിന് നീ രോഗം തന്നാൽ അല്ലാഹുവേ നിനക്ക് ദിക്ർ ചെല്ലാൻ എനിക്ക് കഴിയാതെയായി പോകും. നിനക്ക് ദിക്ർ ചെല്ലാതെ ഭൂമി ലോകത്തോട് സംഘടിച്ച് ജീവിക്കാൻ അയ്യൂബിന് ആഗ്രഹമില്ല. നിനക്ക് ദിക്ർ ചെല്ലാതെ ജീവിക്കാൻ, നിനക്ക് ദിക്ർ ചെല്ലണം. നിനക്ക് ദിക്ർ ചെല്ലാതെ ഒരു സെക്കൻഡ് പോലും
ദുനിയാവിൽ ജീവിക്കാൻ അയ്യൂബ് ആഗ്രഹിക്കണില്ല തമ്പുരാനെ.